പി എസ് സലീം കൂടി ചേരുന്നുണ്ട്. ശ്രീ പി എസ് സലീം, താങ്കൾ ആ പ്രദേശവാസിയാണ്, സാഹചര്യം അറിയാവുന്ന വ്യക്തിയാണ്. ഒപ്പം എരുമേലി പഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം കൂടിയാണ്. എരുമേലി പഞ്ചായത്തിൻ്റെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ആ ക്ഷേത്ര നിർമ്മാണം അവിടെ തടഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ വാവൂര് പള്ളിക്കെതിരായ ഒരു നീക്കം അല്ലെങ്കിൽ വാവൂര് വിശ്വാസത്തിനെതിരായ ഒരു നീക്കമായി നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ? ഇതിന് ഇപ്പോൾ ഈ ചർച്ചകൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ ബോധപൂർവമായ നീക്കം നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അല്ല, ഈ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തെ ആ ചോദ്യത്തിന്റെ ഒരു പ്രസക്തിയുണ്ട് ഈ കാര്യത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പനും വാവരും എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഈ വിശ്വാസികളുടെ മനസ്സുകളിൽ ഒരു വലിയ എന്താ പറയുക, ജനമനസ്സുകളുടെ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും അതിതീവ്രമായ ഒരു വികാരമായിരുന്നു, ഒരു സങ്കല്പമായിരുന്നു അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധവും. ആ ബന്ധം ജനമനസ്സുകൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശവും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതായിരുന്നു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എരുമേലി നൈനാർ പള്ളിയിലൂടെ, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൂടെ ഒക്കെ അയ്യപ്പ ഭക്തന്മാരൊരു വിശ്വാസ ലഹരിയുമായി കടന്നു വരുന്നത്. അത് നൂറ്റാണ്ടുകളായി ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഭാരതം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വിശ്വാസത്തെയും ആ സങ്കല്പത്തെയും ആ സങ്കല്പം ഉയർത്തുന്ന മതേതരത്വത്തിന്റെ ഒരു കരുത്തിനെയും ദുർബലപ്പെടുത്തുന്ന ചർച്ചകളാണ് ഈ നിമിഷങ്ങളിൽ കടന്നു വരുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഇവിടെ സൂചിപ്പിച്ച പോലെ ആരും എതിരല്ല. പക്ഷേ ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഇത്തരം ചർച്ചകൾ ഒരു ജനതയുടെ മനസ്സിലുള്ള വിശ്വാസ സങ്കല്പത്തിന് പോറലേൽപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ജനമനസ്സുകൾ ഒരു മതേതരത്വ ചേരിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും വിശ്വാസവും മതേതരത്വവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ച ഒരാചാരം, അതെനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ എരുമേലിയും ശബരിമലയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇവിടെ എത്രയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അയോധ്യ വിഷയമുണ്ടായ കാലങ്ങളിൽ ഒക്കെ വരുന്ന മുഴുവൻ വിശ്വാസികളും എരുമേലി നൈനാർ മസ്ജിദിൽ കയറി, കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ള ആരംഭിച്ച് നൈനാർ മസ്ജിദിൽ കയറി ധർമ്മശാസ്ത്രത്തിൽ നീങ്ങുന്ന ആ യുഗങ്ങളുടെ ആ ഒരു കാഴ്ച, അതിന് ഒരു നേരിയ മാറ്റമുണ്ടാക്കാൻ ഭാരതത്തിലുണ്ടായ വലിയ വിവാദങ്ങൾക്കിടയിലും അതിന്റെ കരുത്തോടുകൂടി നിലനിന്ന് പോയത് ഈ അയ്യപ്പനും വാവരും എന്നുള്ള ആ വിശ്വാസ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ. ഇപ്പോൾ ഈ വാപുരൻ എന്ന ഒരു കൺസെപ്റ്റ് എന്ന ഒരു ചർച്ച ഉയർന്നു വരുന്നതിന് പിന്നിൽ ഒരു ബോധപൂർവ്വ ശ്രമമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ കോൺഗ്രസ് അവിടെ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനത് ആദ്യം പറഞ്ഞല്ലോ, ഇത്തരം ചർച്ചകൾ ഈ രാജ്യം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ചർച്ചകളും ഇത്തരം നീക്കങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ, ഒരുപക്ഷെ അത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അത് ഉണ്ടാവണമെന്നില്ല, അത് കൊണ്ടുപോകുന്ന ആൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിൽ ആരംഭിക്കുന്ന ചില ഗൂഢ നീക്കങ്ങളാണ് ഇത്തരം വലിയ വിവാദത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുന്നെന്നുള്ളതിന്റെ ചില സൂചനകൾ ഈ വിഷയത്തിലുമുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഏതെങ്കിലും ക്ഷേത്ര നിർമ്മാണത്തിന് ആരെങ്കിലും എതിരല്ല, ഏതെങ്കിലും ആരാധനകൾ വരുന്നതിന് ആരും എതിരില്ല. പക്ഷേ അത് നിലവിലുള്ള ഒരു സങ്കല്പത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ലക്ഷ്യമുണ്ടെങ്കിൽ, ഗൂഢനീക്കമുണ്ടെങ്കിൽ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ശരി, ഇപ്പോൾ ഈ എരുമേലി ഗ്രാമപഞ്ചായത്താണ് കോടതിയിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് എതിർപ്പ് അറിയിച്ചത്. അത് സാങ്കേതിക കാരണങ്ങളാണോ, അതിനപ്പുറം ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് മുന്നിൽ കണ്ടുകൂടിയാണോ കോടതിയിൽ ഇത്തരം ഒരു നിലപാട് അറിയിച്ചതിന്റെ കാരണം? അല്ല, എരുമേലി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. അത് കോൺഗ്രസ് ഭരണസമിതിയെ കൂറുമാറ്റത്തിലൂടെ പിടിച്ചെടുത്ത് CPM ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള നീക്കം സംബന്ധിച്ചുള്ള ഒരു കമന്റ് പറയാൻ ഞാൻ തയ്യാറല്ല.